ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. നിൽച്ചേട്ടാ, സമേതം അവാർഡ് വാങ്ങാൻ കൊച്ചു സ്റ്റാർ കൂടെ ഉണ്ട്. നമുക്ക് പൂവച്ചൽ ഖാദറിന്റെ പേരിലുള്ള ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും നമ്മുടെ കലാജീവിതത്തിലെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണത്. അതിൽ കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നമ്മുടെ ഭഗവാനോടും അതുപോലെ തന്നെ മഴവിൽ മനോരമയോടും എന്നെയും അനീഷിനെയും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കളിച്ച സ്കിറ്റുകളെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ പേരിലാണല്ലോ നമ്മൾ ഇന്ന് ഇതുപോലെ ഒരു അവാർഡ് വാങ്ങുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്. ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷത്തിലുണ്ട്. ശശി, നമ്മുടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന പോലെ വീട്ടിലെന്തെങ്കിലും ചിരിപ്പിക്കാറുണ്ടോ? വീട്ടിൽ ഫുൾ കോമഡിയാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എല്ലാം ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ഫസ്റ്റ് അവാർഡാണ്. ഈ എല്ലാവരും കോമഡി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെയും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ആർട്ടിസ്റ്റുകളുടെ ആഗ്രഹമാണ് ഫിലിം എന്നൊരു സ്വപ്നം. തീർച്ചയായിട്ടും അതിലേക്കുള്ള ഒരു പടി എത്രത്തോളം എത്തി, ഇനി എന്തൊക്കെയാണ് ഭാവിയിൽ വരാനിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാനിപ്പോൾ മിമിക്രിയിൽ തന്നെയാണ് നമ്മുടെ കലാകാരന്മാരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അപ്പം ഞാനിപ്പം ഒരു 2-3 ചിത്രം ഞാൻ ചെയ്തായിരുന്നു. അതും ഇതുപോലെ തന്നെ ഈ അവസരം കിട്ടിയത് എൻ്റെ കോമഡി സ്റ്റാറിൽ എൻ്റെ കുറേ സ്കിറ്റുകൾ കണ്ടതിന് ശേഷമാണ്. പിക്കാസോ എന്ന് പറയുന്ന നമ്മുടെ സുനിൽ കാര്യാട്ടുകര സംവിധാനം ചെയ്ത പിക്കാസോ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ നല്ലൊരു വില്ലൻ വേഷം ഞാൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ ജിസ്ജോ ചേട്ടൻ്റെ മോഹൻ കുമാർ ഫാൻസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തു. അങ്ങനെ 2-3 ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു. ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ റിയാസിൻ്റെ ചോലവിസ്കി എന്ന് പറഞ്ഞൊരു പടം പകുതിയാക്കി വെച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ പരിപാടികൾ ഇനി മുന്നോട്ട് പോകണം. നമ്മുടെ ഇപ്പോൾ സ്കിറ്റുകളിലൂടെയാണ് ഇപ്പോൾ കൂടുതൽ മനോരമ പോലെ പല ചാനലുകളിലും സ്കിറ്റുകൾ, യൂട്യൂബിലൊക്കെ ഒരുപാട് തരംഗമാണ്. ഫേസ്ബുക്കിൽ ഇപ്പോൾ വീഡിയോസിലൊക്കെ ധാരാളം ആൾക്കാർ കണ്ട് വീണ്ടും ചിരിക്കുകയാണ്. ഈ ഒരു സ്കിറ്റിലൊക്കെ അഭിനയിക്കുമ്പോൾ എത്രത്തോളം വെല്ലുവിളികളാണ് നേരിടാറുള്ളത്? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ നമ്മളെ പോലെ കുറേ ആർട്ടിസ്റ്റുകൾ കുറേ വർഷങ്ങളായി പല പല ചാനലുകളിൽ നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും കൂടുതലും നമ്മളെ പെട്ടെന്ന് ജനങ്ങളിൽ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ പറയുന്ന ബമ്പർ ചിരി എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ്. അപ്പോൾ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ പ്രേക്ഷകർ അംഗീകരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര പ്രോത്സാഹനം, അതിൻ്റെ മേളിൽ ചെയ്യാൻ വേണ്ടി അത് തന്നെയാണ് ഏറ്റവും വലിയൊരു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്ത ഒരു വേഷം കഥാപാത്രം? സത്യം പറഞ്ഞാൽ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ വേഷങ്ങളും ഞാൻ ചെയ്തു. എന്നെ എൻ്റെ കൂട്ടുകാരിപ്പോൾ നമ്മുടെ അസീസൊക്കെ ഇല്ല, നമ്മുടെ നെടുമങ്ങാട് അസീസൊക്കെ ഞാൻ കോമഡി സാറെ കളിച്ചോണ്ടിരിക്കുമ്പോൾ എന്നെ വിളിക്കുന്നത് അവൻ കമലഹാസനാന്ന് പറയുന്നത്. കാര്യം ഞാൻ എന്ത് വേഷം ചെയ്താലും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യും എല്ലാ കാര്യവും. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമാണ്. കാരണം നമുക്ക് നാളെ സിനിമ കിട്ടിയില്ലെങ്കിലും നാളെ നമുക്ക് ഓർത്തു വെക്കാൻ ഒരുപാട് വേഷങ്ങൾ ഞാൻ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. ഇപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ചേട്ടാ ഒരു അവാർഡ് വാങ്ങിക്കുന്നു. അതെ, ഫാമിലിയോടൊപ്പം വന്ന അവാർഡ് തീർച്ചയായിട്ടും ഒരുപാട് എന്തായാലും വളരെയധികം ആശംസകൾ. ഇനിയും വർക്ക് കൂടുതൽ കിട്ടട്ടെ, വിവരങ്ങൾ എത്തട്ടെ, സിനിമാ മോഹം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ താങ്ക് യു.